ഹലോ നമസ്കാരം, എല്ലാവർക്കും easysnacks Sadhya Vattamത്തിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് സദ്യ വട്ടത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്വീറ്റ് ഡിഷായിട്ടുള്ള പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ. അപ്പോൾ ഈ പൈനാപ്പിൾ പച്ചടി എന്ന് പറയുന്നത് ഈ മധുരക്കറി പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഞാനപ്പോൾ ഇന്ന് പൈനാപ്പിളും പഴവും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയാണത്. ഇങ്ങനത്തെ ടൈപ്പിൽ നിങ്ങൾ ആരെങ്കിലും വീഡിയോയിൽ ഉണ്ടാക്കാറുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഇത് എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ സദ്യ വട്ടത്തിൻ്റെ മുമ്പുള്ള എപ്പിസോഡ്സ് കാണാത്തവരുണ്ടെങ്കിലും ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ കയറി നോക്കുക, നമ്മുടെ എപ്പിസോഡ്സ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ കിച്ചണിലോട്ട് പോവാം കേട്ടോ. നമുക്കപ്പോൾ പഴവും പൈനാപ്പിളും കൂടി പച്ചടി ഉണ്ടാക്കാനായിട്ട് ഇതാ അമ്മച്ചി ഇവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ കൽച്ചട്ടിയുടെയൊക്കെ ഏകദേശം മോഡലിലുള്ള ഒരു ഇന്ത്യത്തിന്റെ ചട്ടി അതാണ് കേട്ടോ വെച്ചത് അമ്മച്ചി. അപ്പോൾ ഇവിടെ ഇടത്തരം പഴുപ്പായിട്ടുള്ള ഏത്തക്കായ 2 എണ്ണം വട്ടത്തിൽ അരിഞ്ഞതാ ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നന്നായിട്ട് പഴുത്ത ഒരു പൈനാപ്പിള് ഈ വലിപ്പത്തിൽ അരിഞ്ഞ് നല്ല മധുരമുള്ള പൈനാപ്പിൾ കൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-10 കാന്താരിമുളക്, എരിവിന് ആവശ്യത്തിന് കാന്താരിമുളകാണ് എടുത്തേക്കുന്നത്. ഒരു 3-4 ചുമന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇവിടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഈ ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി പൗഡർ അല്ല, സാധാ എരിവുള്ള കളറില്ലാത്ത മുളക് പൊടി കേട്ടോ. ഇതിലോട്ട് ഈ സാധനങ്ങൾ വേവാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് മൂടി വെച്ച് നമ്മുടെ ഈ ഏത്തക്കായും പൈനാപ്പിളും എല്ലാം നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പൊ അതവിടെ ഇരുന്ന് വേവട്ടെ. പഴവും പൈനാപ്പിളൊക്കെ വേവുന്ന നേരം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പൊ അതിനുവേണ്ടി ഒരു 1 മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഒരു കപ്പോളം തേങ്ങാപ്പീരി ഉണ്ടാവും. ഒരു 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം, 3-4 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം കൂടി നന്നായിട്ട് വെള്ളം ചേർത്ത് മഷി പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നു കേട്ടോ. നമ്മൾ പഴം പൈനാപ്പിളും കൂടി വേവിക്കാൻ വെച്ചത് വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ജീരകം, വെളുത്തുള്ളി, തേങ്ങ ഇത്രയും അരച്ചു വെച്ചാണ് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് അരയണം, നല്ല മഷി പോലെ അരയണം കേട്ടോ. ഇനി അരപ്പിന്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെയും ഇതൊന്ന് തിളപ്പിക്കണം കേട്ടോ. തള വന്നു തുടങ്ങി. അപ്പൊ അതിലൂടെ നമുക്ക് ആവശ്യത്തിന് പുളിക്ക് തൈരാണ് കേട്ടോ ചേർക്കുന്നത്. പുളിക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ഇളക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. അപ്പൊ പിരിയാതെ ഇളക്കിക്കൊണ്ടിരുന്ന് അതൊന്ന് തിളച്ച് അതിന്റെ പച്ചമണം മാറണം കേട്ടോ അരപ്പിന്റെ. അമ്മ ഇപ്പൊ ഇവിടെ ഏകദേശം ഒരു 1/2 കപ്പിന്റെ അടുത്ത് തൈര് ചേർത്തിട്ടുണ്ട് കേട്ടോ. അധികം വെള്ളവും തൈരും ചേർക്കരുത്, കുറച്ചൊന്ന് കുറുകിയതുപോലെ ഇരിക്കണം, അല്ലെങ്കിൽ ഇലയിൽ വിളമ്പുമ്പോൾ ഒഴുകി പോകട്ടോ. ഈ സമയത്ത് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് എല്ലാം പാകത്തിനാക്കണം. നമ്മുടെ അരപ്പ് തിളച്ച് പച്ചമണം മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി തുടങ്ങി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി ഇറക്കി മാറ്റി വെക്കണം. കാരണം കറി അധികം തിളച്ചിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും. അപ്പോൾ ഇറക്കി മാറ്റി വെച്ചിട്ട് കാച്ചി ഒഴിക്കാം കേട്ടോ. അമ്മച്ചി ഇവിടെ കാച്ചി വയ്ക്കാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കണം കേട്ടോ. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലത്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓയിൽ എന്താണെന്ന് വെച്ച് ഉപയോഗിക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം മുഴുവൻ ഉലുവ ചേർത്ത് കൊടുക്കണം. ഉലുവ ഒന്ന് പൊട്ടിക്കണം. ഉലുവ ഓപ്ഷണലാണ്. ഉലുവക്ക് പകരം വേണമെങ്കിൽ ഉലുവ വറുത്ത് പൊടിച്ച പൊടിയും ചേർക്കാം കേട്ടോ ലാസ്റ്റ് സ്റ്റേജിലേക്ക്. പക്ഷെ ഞങ്ങൾ ഇന്നിപ്പോൾ ഉലുവ മുഴുവനപ്പൊടി ചേർക്കാം കേട്ടോ. ഉലുവ ഒന്ന് പൊട്ടി കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 2-3 വറ്റൽമുളക് നെടുവിൽ പൊടിച്ചത് ചേർക്കാം കേട്ടോ. ഒരു 3-4 ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞത് കേട്ടോ.
ചുമന്നുള്ളി നന്നായിട്ട് മൂക്കണം. ചുമന്നുള്ളി മൂത്ത് കഴിയുമ്പോൾ അതിലോട്ട് ഒരു 2 തണ്ട് കറിവേപ്പില ചേർക്കാം കേട്ടോ. ഒരു പിടി കിസ്മിസാണ് ചേർക്കുന്നത്. ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്, വൈറ്റ് കൊടുത്തിട്ടുണ്ട്, രണ്ടും ചേർക്കാം കേട്ടോ. ഇത് ഓപ്ഷണലാണ്, പക്ഷേ നമ്മുടെ ഈ മധുരക്കറിയിൽ കിസ്മിസ് ചേർക്കണം നല്ലതാണ് കേട്ടോ. അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഒരു തരി കായപ്പൊടി ചേർക്കാം കേട്ടോ. ഏകദേശം ഒരു പിഞ്ച് മതി കേട്ടോ. അപ്പോൾ നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കപ്പോൾ താളിച്ചത് നമ്മുടെ ഇതിലോട്ട് ഒഴിക്കാം കേട്ടോ. മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ പൈനാപ്പിൾ പഴം പച്ചടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുത്തു. അപ്പോൾ തണുത്തതിന് ശേഷം എന്താ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് സദ്യയിൽ വിളമ്പാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും വീടുകളിലെ പൈനാപ്പിളും പഴവും ചേർത്തുള്ള ഈ പച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറന്നു പോകരുത്. നമുക്കപ്പോൾ ഇതേപോലത്തെ അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരെ സ്റ്റേ ഹെൽത്തി. ബൈ.